സ്വർഗീയ ഗായകൻ പനച്ചിക്കലച്ചൻ യാത്ര പറഞ്ഞിരിക്കുന്നു. അച്ഛനുമായി അടുത്തിടപഴകി അച്ഛൻ്റെ ജീവിതത്തെ നേരിട്ട് കണ്ടറിഞ്ഞ അച്ഛൻ്റെ സംഗീത ലോകത്തിലൂടെ കൈപിടിച്ചു നടന്ന ഒരുപാട് പേർ അച്ഛനെക്കുറിച്ച് ഹൃദയസ്പർശിയായ വാക്കുകൾ കുറിച്ചിരിക്കുന്നു. അതിൽ ബേബി ജോൺ കലയന്താനിയുടെ ഈ വരികൾ നെഞ്ചിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നതാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തൊരു നാഥ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. അനന്തസ്നേഹത്തിൻ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ താരിളം മെയ്യിൽ മിശിഹ രുതിരം ചൊരിഞ്ഞു നിന്നു. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. അനശ്വര തൂലികയിൽ വിരിഞ്ഞ അനേക ഗാനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് ദൈവപിതാവിൻ്റെ അപദാനങ്ങൾ എപ്പോഴും ആലപിക്കാൻ സ്വർഗീയ സമ്മാനത്തിനർഹനായി യാത്രയായ വന്ധ്യപുരോഹിത, ഞങ്ങളുടെ പ്രിയങ്കരനായ പനച്ചിക്കലച്ച, അങ്ങേക്ക് സ്നേഹപ്രണാമം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ശാന്തമായ അങ്ങയുടെ സംസാര ശൈലി എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങയോടൊപ്പം ചെലവഴിച്ച ആ 3 ദിനങ്ങൾ ഇപ്പോഴും ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2018 ആഗസ്റ്റ് 16 അന്നായിരുന്നു കേരളത്തിൽ ഉറഞ്ഞു തുള്ളി ഉണർന്ന പ്രളയം ആരംഭിക്കുന്നത്. ഗുഡ്നസ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന സംഗീത പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിന്റെ ആദ്യ ദിനം ഷൂട്ടിംഗ്. ആദരണീയനായ സംഗീതജ്ഞൻ ജെറി അമൽദേവ് സാറും അച്ഛനും ഒപ്പം എനിക്കും ജഡ്ജിംഗ് പാനലിൽ ഇരിക്കാൻ കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹമായി അനുഭവമാവുകയായിരുന്നു. അന്ന് സംഗീത പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ പുറത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രി ഗാഢമായ ഉറക്കത്തിന്റെ സമയത്താണ് പരിഭ്രമത്തോടെയും ഭയത്തോടെയും നമ്മൾ തിരിച്ചറിഞ്ഞത് മുറിയിൽ കിടക്കയോളം വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ ജെറി സാറിന്റെ കരം പിടിച്ച് ബാഗുകളും മറ്റ് സാധനങ്ങളും ഒരു വിധത്തിൽ കൈകളിലെടുത്ത് നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പടികൾ കയറി മുകളിലത്തെ നിലയിലേക്ക് നീങ്ങി. പുലർച്ചെ തിരിച്ചറിഞ്ഞു, നിലയ്ക്കാത്ത മഴയും കേരളത്തെ ഉലയ്ക്കുന്ന പ്രളയവും തിമർക്കുകയാണ്. തലേന്ന് ഷൂട്ടിംഗ് നടത്തിയ ഫ്ലോർ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. പിന്നീടുള്ള 3 ദിനങ്ങളിൽ പ്രളയ ദുരന്തങ്ങളുടെ കാർമേഘങ്ങൾ പടർന്നൊഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ നമ്മൾ വിശ്രമിച്ചിരുന്ന മുറിയിൽ രചനാ സംഗീത കുലപതികളായ അങ്ങയോടും ജെറിമാഷിനോടും കൂടെ പങ്കിട്ട നിമിഷങ്ങൾ അവർണ്ണനീയമായ ആനന്ദമായിരുന്നു ഈയുള്ളവന് അനുഭവിച്ചത്. ഗാനരചനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് അങ്ങ് ആധികാരികമായി സംസാരിച്ചപ്പോൾ സംഗീത ശാഖയുടെ വിവിധ മാനങ്ങൾ ജെറിസാർ പകർന്നു തന്നു. ഒരാത്മീയ ജ്ഞാനധ്യാനവും സംഗീത കളരിയും ഒരുപോലെ അവിടെ ഉണരുകയായിരുന്നു. പ്രഭാതവേളയിൽ ഹെലികോപ്റ്ററിൽ ഭക്ഷണപ്പൊതികൾ എത്തിക്കുമ്പോൾ ഭക്ഷണത്തിനു വേണ്ടി ആളുകൾ കൈ ഉയർത്തി വീശുന്ന രംഗം കണ്ട് ആ നിസ്സാരതയെക്കുറിച്ച് അങ്ങ് എനിക്ക് കുറിച്ചു തന്ന വരികൾ ഒരു ഓർമ്മത്തുണ്ട് പോലെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1 കോടിയുള്ളോനും 1 രൂപയുള്ളോനും ഒരുപോലെ കൈകൾ നീട്ടി. 1 ജാൺ വയറിന്റെ വിശപ്പൊന്നകറ്റുവാൻ ഒരുപോലെ കൈകൾ നീട്ടി. പ്രിയങ്കരനായ പനച്ചിക്കലച്ച, ഇനിയും അങ്ങ് കുറിക്കുക സ്വർഗീയ സൗവർണത്താളുകളിൽ സ്വർഗീയനാഥനായി തിരുനാമ കീർത്തനങ്ങൾ. പ്രാർത്ഥനകളോടെ ബാഷ്പാഞ്ജലികളോടെ വിട.